ഹലോ, എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ. അപ്പം നമ്മളിന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഡ്ഡു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനകത്തോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: 1 കപ്പ് നന്നായിട്ട് അരിച്ച് വെച്ചിട്ടുള്ള കടലമാവ് അരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് തരികൾ വരും. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് കടലമാവിന് 1/4 കപ്പ് റവ. അത് വറുത്തതോ വറുക്കാത്തതോ എങ്ങനെ വേണമെങ്കിലും ആകാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉരുക്കിയ നെയ്യാണ്. അതൊരു 1/2 to 1/4 കപ്പ് നെയ്യ് ഉരുക്കിയെടുത്ത് വെക്കണം. അത് നമുക്ക് ആവശ്യം പോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. നമ്മൾ പൊടിച്ചിട്ട് തന്നെ പഞ്ചസാര എടുക്കണം. നിങ്ങൾ 1/2 കപ്പ് മുഴുവനായിട്ടുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ അളവ് മാറിപ്പോകും. അപ്പോൾ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും ഇടാം. ഡ്രൈ ഫ്രൂട്ട്സ് മീൻസ് നമ്മളുടെ കാഷ്യൂനട്ട്, പിസ്ത, ആൽമണ്ട്, ഇത് മൂന്നും കൂടെ നന്നായിട്ട് പൊടിച്ചെടുക്കാം. പക്ഷേ ഇത് എൻ്റെ വീട്ടിൽ വേറെ ആൾക്കാർക്കൊന്നും ഈ വേറെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ കാഷ്യൂനട്ട് മാത്രം എടുക്കുന്നത്. ഇനി നമുക്ക് ലഡ്ഡു ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ചുവട് കട്ടിയുള്ള പാത്രം വെക്കുക. അതിനുശേഷം പാത്രം ചൂടായതിനു ശേഷം നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാം. എല്ലാ നെയ്യും കൂടെ ഒറ്റടിക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിക്കുക. പിന്നെ നമ്മൾ തീ എന്ന് പറയുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളുടെ കടലമാവ് റോസ്റ്റ് ചെയ്തെടുക്കാൻ ഈ നെയ്യിൽ. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. കടലമാവിൻ്റെ പച്ചച്ചവയൊന്നും മാറില്ല. നമ്മളുടെ ലഡ്ഡു ആകെ കുളമായി പോകും. അപ്പോൾ നമ്മൾ ആ 1 കപ്പ് കടലമാവ് അരിച്ച് വെച്ചതും 1/4 കപ്പ് റവയും കൂടി ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ആദ്യം തന്നെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം നെയ്യ് ഒട്ടും ഇല്ലയെന്നറിയാം, പക്ഷെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഇരിക്കണം. എപ്പോഴും ഓർക്കേണ്ട കാര്യം, തീ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണിത്. വളരെ ഈസിയാണ്. ഇൻഗ്രീഡിയൻസും വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് വേണം ഈ ലഡ്ഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു 20-25 മിനിറ്റൊക്കെ നന്നായിട്ട് ആ നെയ്യിൽ കിടന്ന് റോസ്റ്റ് ചെയ്ത് നന്നായിട്ട് ആ പച്ചമണമൊക്കെ മാറി നമ്മളുടെ ആ കടലമാവും റവയൊക്കെ ഒന്ന് വെന്ത് അങ്ങനെ എടുക്കണം നമ്മളുടെ ലഡു. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അറിയാമല്ലോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദീപാവലിയൊക്കെ ആയിട്ട് നമ്മൾ സ്വീറ്റ്സൊക്കെ നിങ്ങൾ കടയിൽ നിന്നൊക്കെ കുറേ വാങ്ങും അല്ലേ? അപ്പോൾ കടയിൽ നിന്നും വാങ്ങാം, നല്ല കാര്യമാണ്. പക്ഷേ നമ്മളുടെ കൈ കൊണ്ട് നമ്മളെന്തെങ്കിലും സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കി നമ്മളുടെ വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കുമ്പോഴല്ലേ ആഘോഷങ്ങൾ പൂർണ്ണമാവുകയുള്ളൂ അല്ലേ? അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ലഡുവാണ്. കുട്ടികൾക്ക് വരെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഇങ്ങനെ ഈ കുറച്ച് സമയത്തെ ഒരു മിക്സിങ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളുടെ പകുതി കുക്കായി കഴിയുമ്പോൾ, നമ്മുടെ ഈ കടലമാവൊക്കെ നെയ്യിൽ കിടന്ന് പകുതി ഒന്ന് റോസ്റ്റായി കഴിയുമ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് പൊടിച്ചത് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ നമ്മളുടെ കാഷ്യൂനട്ട് മാത്രമേ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് ആൽമണ്ടും പിസ്തയും എന്ത് വേണമെങ്കിലും ഇടാം. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ഇങ്ങനെ ഇട്ടാലുള്ള ഗുണം? നമ്മളുടെ ഈ നെയ്യിലും ഇതിനകത്തൊക്കെ കിടന്ന് നമ്മുടെ ഈ കശുവണ്ടിയും കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിക്കോളും. അങ്ങനെ ഇളക്കി കണ്ട് ഞാൻ കുറേ നെയ്യ് ഒഴിക്കുന്നുണ്ട്. കുറച്ച് നെയ്യ് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇളക്കി ഇപ്പം നല്ലതായിട്ട് ആ കടലമാവിൽ നിന്നൊക്കെ ആ നെയ്യ് ഇറങ്ങുന്നത്. ഇപ്പം നമ്മൾ കറി വെക്കുമ്പോൾ എണ്ണ തെളിയില്ലേ, അതേപോലത്തെ ഒരു പരുവോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഫ്ലെയിം ഓഫ് ചെയ്യണം. പിന്നെ നമ്മളിനി തീ കത്തിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്തുനിന്ന് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിതിപ്പോൾ എൻ്റെ ലഡു എന്ന് പറയുന്നത് അത്യാവശ്യത്തിന് മധുരമുള്ളതാണ്. അതായത് ഭയങ്കര ഹെവി മധുരമല്ല, എന്നാൽ നല്ല മധുരമുണ്ട് താനും. ഇപ്പോൾ ചിലവർക്ക് ലഡു എന്നൊക്കെ പറയുമ്പോൾ നന്നായിട്ട് മധുരം നിൽക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ 1/2 കപ്പ് പൊടിച്ചതിനെക്കാട്ടിലും ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റ് നല്ല മധുരമായിരിക്കും. ഇതിപ്പം അത്യാവശ്യത്തിന് മധുരമുള്ള സാധാരണ ലഡു. എന്നിട്ടിതാ അപ്പോൾ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഞാൻ ബാക്കിയുള്ള നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇതൊരു 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ഫുള്ള് നെയ്യാണ് ഞാൻ ഈ 1 കപ്പ് കടലമാവിൻ്റെ അളവിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഇളക്കിക്കൊണ്ടിരുന്ന പാത്രത്തിൽ വെക്കരുത്. കാരണം ചൂടായിട്ട് പഞ്ചസാര ഇതെല്ലാം കൂടെ ചിലപ്പോൾ മെൽറ്റാവും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഇട്ട് വെച്ചിട്ട് ഒന്ന് തണുക്കാൻ വെക്കുക. തണുക്കുക മീൻസ് ഒന്ന് ആ ഒരു നല്ല ചൂട് മാറി
ഒരിളം ചൂടിൽ നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടി തുടങ്ങണം. അതിനുവേണ്ടി നിങ്ങൾ കയ്യിൽ ശകലം നെയ്യ് തടവിയതിന് ശേഷം നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു ചൂടിൽ ഉരുട്ടിയെടുക്കണേ. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ചെറിയ ചൂടിൽ ഞാൻ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ കറുത്ത മുന്തിരി വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഇതിങ്ങനെ ഉരുളകളാക്കിയെടുക്കാം. ഞാനിതിപ്പോൾ ഒരൊറ്റ കൈ കൊണ്ടാണ് ഉരുട്ടുന്നത്. നിങ്ങൾ 2 കൈയും യൂസ് ചെയ്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് ഉരുട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉരുളയ്ക്ക് നല്ല ഷേപ്പ് കിട്ടും. ഓക്കെ, ഞാനിതിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന കാരണം ഒരു കയ്യിൽ പ്ലേറ്റും ഒരു കൈ കൊണ്ടാണ് ഇങ്ങനെ റൗണ്ട് ആക്കുന്നത്. അതുകൊണ്ടാണേ. ഇപ്പോൾ 2 കൈ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് ഇങ്ങനെ ബോൾസ് ആക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് കിട്ടും. നിങ്ങൾക്ക് റൈസിൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് വെക്കാം. കാഷ്യൂ മേലെ വെക്കണമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കാം. എന്ത് ഷേപ്പിൽ വേണമെങ്കിലും എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള ഒരു ലഡ്ഡു റെസിപ്പിയാണ്. അപ്പോൾ ഈ ദീപാവലിക്ക് എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കും റിലേറ്റീവ്സിനും ഒക്കെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ദിവാലി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം.